മരിച്ചുപോയവർ നമ്മുടെ കാരണവന്മാർ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ, മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പടച്ച റബ്ബ് ഓരോരുത്തരുടെയും ഖബറുകൾ വെളിച്ചമാക്കട്ടെ. നാളെ പരിശുദ്ധ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇഹ്സാൻ എന്നൊരു സ്വഭാവം എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കണം എന്നാണ്. ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെടുന്ന അതൊരു സംസാരമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും കച്ചവട, തൊഴിൽ, മറ്റ് മേഖലകളാണെങ്കിലും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം തന്നെ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു സ്വഭാവമാണ് ഇഹ്സാൻ എന്നുള്ളത്. വഅഹ്സിനൂ, നിങ്ങൾ ഇഹ്സാനുള്ളവരാകണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് മുഹ്സിനീങ്ങളെയാണ്, ഇഹ്സാനുള്ള ആളുകളെയാണ്. പരിശുദ്ധമായ ഖുർആൻ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളോടൊപ്പമാണ്. അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുന്നത് ഈ ഇഹ്സാൻ എന്ന സ്വഭാവം മുറുകെ പിടിക്കുന്നവരോടൊപ്പമാണ്. പരിശുദ്ധമായ ഖുർആനാണ്. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ബന്ധപ്പെടുന്ന ഏത് കാര്യത്തിലും ഒരു നന്മ നിറഞ്ഞ ഒരു സമീപനം, ഒരു മാന്യമായ ഒരു രീതി, ഒരു ഇടപെടൽ, അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക. ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ അലാ കുല്ലി ഷൈഇൻ. ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലും ഇഹ്സാൻ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാറ്റിലും. ഒരു ഉരുവിനെ, ഒരു മൃഗത്തെ അറുക്കുന്നതിൽ പോലും ഇഹ്സാനുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ. ആ അറബ് മൃഗത്തിനോട് ആശ്വാസം പകരുക, ഏറ്റവും മൂർച്ചയുള്ള കത്തി കൊണ്ട് ഏറ്റവും സ്പീഡിൽ എത്രയും പെട്ടെന്ന് അറുക്കുക, അതൊക്കെ അറവിൽ നമ്മൾ ചെയ്യേണ്ട ഇഹ്സാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ലൊരു രീതി, നല്ലൊരു സമീപനം അത് മുസ്ലിമിന് ഉണ്ടാകണമെന്നാണ്. എല്ലാ കാര്യത്തിലും തന്റെ കുടുംബത്തിൽ അവനൊരു നല്ല ഭർത്താവാണ്, അല്ലെങ്കിൽ നല്ല ഭാര്യയാണ്, നല്ല മകനാണ്, നല്ല മകളാണ്, നല്ല സഹോദരനാണ്, നല്ലൊരു കുടുംബക്കാരനാണ്, നല്ലൊരു അയൽവക്കക്കാരനാണ് എന്ന് നമ്മെപ്പറ്റി അഭിപ്രായം പറയപ്പെടുന്ന ഒരു സമീപനം, അത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യ നമ്മെപ്പറ്റി പറയണം, എൻ്റെ ഭർത്താവ് ഒരു നല്ല ഭർത്താവാണ്. ഭർത്താവ് ഭാര്യയെ പറ്റി അങ്ങനെ പറയണം. അങ്ങനത്തെ ഇടപെടലുണ്ടാകണം. മകൻ വാപ്പയെ പറ്റി, വാപ്പ മകനെ പറ്റി, സഹോദരൻ സഹോദരനെ പറ്റി, അയൽവക്കക്കാർ പരസ്പരം ആ നിലക്കുള്ള ഒരു ഇടപെടൽ. അത് കച്ചവട തൊഴിൽ മേഖലകളിലും അങ്ങനെ തന്നെ. അവൻ നല്ലൊരു കച്ചവടക്കാരനാണ്, നല്ലൊരു തൊഴിലാളിയാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, നല്ലൊരു പൊതുപ്രവർത്തകനാണ്. ആ നിലക്ക് നമ്മൾ ബന്ധപ്പെടുന്ന ഈ ദുനിയാവിലെ ജീവിതത്തിൽ
നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സാമൂഹിക ജീവിത മേഖലകളിലും നമ്മൾ ടച്ച് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളിലും ഒരു മാന്യമായ ഒരു സമീപനവും ഒരു ഇടപെടലും, അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അത് മുസ്ലിം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാളെ സ്വർഗത്തിലേക്ക് നമ്മെ മാടി വിളിക്കപ്പെടാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല മഹാപണ്ഡിതനായ മുഹമ്മദ് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എന്താണ് അദ്ൽ? നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹമാണ് ചോദിക്കുന്നത് അദ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദ് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുത്തത്, കുൻ ലിസ്സഗീരിൻ നാസി അബൻ, പ്രായത്തിൽ കുറഞ്ഞ ആളുകളോട് നീ പെരുമാറുമ്പോ ഒരു പിതാവിനെ പോലെ സ്നേഹത്തോടെ അവരോട് പെരുമാറണം. എന്താണ് അദ്ൽ, നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഖലീഫയാണ് ചോദിക്കുന്നത്. കിട്ടുന്ന മറുപടി എന്താണ്? കുല്ലി സഗീരിൻ നാസി അബൻ, പ്രായത്തിൽ കുറഞ്ഞ ആളുകളോട് നീ പെരുമാറുമ്പോ ഒരു പിതാവിന്റെ സ്നേഹത്തോടെ അവരോട് നീ പെരുമാറണം. വലി കബീരിഹിം ഇബ്നൻ, പ്രായത്തിൽ മുതിർന്നവരോട് നീ ബന്ധപ്പെടുമ്പോ ഒരു പിതാവിനെ പോലെ അവരോട് ഒരു മകനെ പോലെ ബഹുമാനത്തോടെ അവരോട് ഇടപെടണം, പെരുമാറണം. മുതിർന്നവരോടാണോ നീ ബന്ധപ്പെടുന്നത്? ഒരു മകന്റെ ബഹുമാനത്തോടെ ആയിരിക്കണം അവരോട് നീ പെരുമാറേണ്ടത്. വലിമിസ്ലിക അഖൻ, നിന്റെ സമപ്രായക്കാരോടോ ഒരു കൂടപ്പിറപ്പിനെ പോലെ നീ പെരുമാറും. നിന്റെ സമപ്രായക്കാരോടുള്ള നിന്റെ പെരുമാറ്റം ഒരു കൂടപ്പിറപ്പ് മറ്റൊരു കൂടപ്പിറപ്പിനോട് പെരുമാറും പോലെ, ഇടപെടും പോലെ അങ്ങനെയാകണം എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് മറുപടി കൊടുത്തു എന്നാണ്. ഒരു മാന്യമായ ഒരു ഇടപെടൽ, ആരെയും വെറുപ്പിക്കാത്ത ഒരു ഇടപെടൽ. അവൻ നല്ലവനാണ് എന്ന് നമ്മെപ്പറ്റി ആളുകൾ പറയുന്ന നിലക്കുള്ള ഒരു സമീപനം, ഒരു രീതി, അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അതെല്ലാവരോടും, അത് സ്വന്തം ഉമ്മയോടാകട്ടെ, ഉപ്പയോടാകട്ടെ, സ്വന്തം കുടുംബത്തിലുള്ളവരോടാകട്ടെ, മറ്റുള്ളവരോടാകട്ടെ, നമ്മുടെ കയ്യിൽ സ്ഥാനമുണ്ടാകട്ടെ, അധികാരമുണ്ടാകട്ടെ, സമ്പത്തുണ്ടാകട്ടെ, ഇതൊന്നും ഇല്ലാതിരിക്കട്ടെ, ഒരു മുസ്ലിമാണോ? നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടാകണമെന്നാണ്. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിൽവാസിയായി കഴിയുന്നതിനിടക്ക് ഒരു സാധാരണക്കാരനായി, ജയിൽ പുള്ളിയായി, മറ്റുള്ളവരോടൊപ്പം കൊടും കുറ്റം ചെയ്ത പാപികളോടൊപ്പം ജയിലിൽ കിടക്കുന്നതിനിടക്ക് ആ ജയിൽവാസികൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞതാണ്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, അങ്ങൊരു നല്ല മനുഷ്യനാണ്, ഒരു ഇഹ്സാനുള്ള മനുഷ്യനാണ് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ജയിലിൽ കിടക്കാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ആ ജയിലിൽ കൊടും കുറ്റവാളികൾ അടക്കമുള്ള ആളുകളുണ്ട്. അവരാണ് പറയുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട്, അങ്ങൊരു നല്ല മനുഷ്യനാണ്, ഇഹ്സാനുള്ള മനുഷ്യനാണ്. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താണ്? ജയിലിൽ ആരെങ്കിലും രോഗിയായാൽ ആ വ്യക്തിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നിലുണ്ടാകും.
അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ജയിലിൽ വേണമെങ്കിൽ യൂസഫ് നബി അലൈഹിസ്സലാം ഓടിയെത്തും. ഒരാൾക്ക് താമസിക്കാൻ കിടക്കാൻ സ്ഥല സൗകര്യം കുറവാണെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് ഒരുക്കി കൊടുക്കും. ജയിലിലുള്ള മറ്റ് ജയിൽവാസികൾക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ വന്നാലും ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം മുന്നിലുണ്ടെന്നാണ്. അതുകൊണ്ട് കൊടും കുറ്റവാളികൾ അടക്കം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞു, ഇന്നാ ലനറാക മിനൽ മുഹ്സിനീൻ. അങ്ങനെ നല്ല മനുഷ്യനാണ്. ജയിലിൽ കിടക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായത്. ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മിസ്രിന്റെ ഭരണാധികാരിയായി. ഈജിപ്തിന്റെ ഭരണത്തിന്റെ ചെങ്കോൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ എത്തിച്ചേർന്നു. എല്ലാ അധികാരങ്ങളും യൂസുഫ് നബി അലൈഹിസ്സലാമിന് വന്നു ചേർന്നപ്പോഴും തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ലെന്നാണ്. തന്റെ രീതികളിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്റെ പ്രജകൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞത് എന്താണ്? പ്രജകൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി എന്ന് മാത്രമല്ല, തന്നെ കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച സഹോദരന്മാര് പോലും പറഞ്ഞത് ഇന്നാ ലനറാക മിനൽ മുഹ്സിനീൻ. നീ ഒരു നല്ല മനുഷ്യനാണ്, നീ ഒരു നല്ല മനുഷ്യനാണ്. യൂസുഫ് നബീനെ കൊല്ലാൻ ശ്രമിച്ച സഹോദരന്മാരും അവസാനം സമ്മതിച്ചു, നീ ഒരു നല്ല മനുഷ്യനാണ്. വലിയ അധികാരവും സ്ഥാനവും ഒക്കെ ലഭിച്ച് മിസ്രിന്റെ ചക്രവർത്തി ആയപ്പോഴും ജനങ്ങളെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് തന്റെ സമീപനം കൊണ്ടും തന്റെ പ്രവൃത്തി കൊണ്ടും തന്റെ ഇടപെടൽ കൊണ്ടും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയിപ്പിച്ചത് ഇന്നാ ലനറാക മിനൽ മുഹ്സിനീൻ. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, ഇഹ്സാനുള്ള മനുഷ്യനാണ്. പരിശുദ്ധമായ ഖുർആനാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പരിശുദ്ധമായ ഖുർആൻ അങ്ങനെ ജീവിക്കാൻ കഴിയണം. എനിക്കും നിങ്ങൾക്കും അങ്ങനെ ജീവിക്കാൻ കഴിയണം, അങ്ങനെ പെരുമാറാൻ കഴിയണം. നമ്മൾ ആരും ആകട്ടെ, മൗലവി ആകട്ടെ, മുസ്ലിയാരാകട്ടെ, തങ്ങളാകട്ടെ, സാധാരണക്കാരനാകട്ടെ, പൈസ ഉള്ളവരാകട്ടെ, ഇല്ലാത്തവരാകട്ടെ, അധികാരമുള്ള ആളാകട്ടെ, ഇല്ലാത്ത ആളാകട്ടെ, ആരും ആകട്ടെ, ആളുകൾ നല്ലത് പറയണം. ആ നിലക്ക് നമ്മൾ പെരുമാറണം. നമ്മൾ വർത്തമാനം പറയണം. വർത്താനമൊക്കെ മുസ്ലിം കുറച്ച് പറഞ്ഞാൽ മതി. മുസ്ലിം കൂടുതൽ വർത്താനം പറയാൻ പാടില്ല എന്നാണ്. ആവശ്യത്തിന് വർത്താനം പറയുക, അനാവശ്യത്തിന് വർത്താനം പറയാതിരിക്കുക. ആവശ്യത്തിന് വർത്താനം പറയുക, അനാവശ്യത്തിന് വർത്താനം പറയാതിരിക്കുക. പറയേണ്ടടുത്ത് മാത്രം വർത്താനം പറയുക, അഭിപ്രായം പറയേണ്ടടുത്ത് മാത്രം പറയുക, വലിഞ്ഞു കയറി അഭിപ്രായം പറയാതിരിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ അനാവശ്യമായ കമന്റുകൾ ഇടാതിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറാ, പറയുകയാണെങ്കിൽ നല്ലത് പറ. ഔ ലിയസ്മത്, അല്ലെങ്കിൽ മിണ്ടല്ലേ. വർത്താനം പറയാം. അതൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഹദീസാണ്. പറയുകയാണെങ്കിൽ നല്ലത് പറ, അല്ലെങ്കിൽ വർത്താനം പറയല്ലേ, മിണ്ടാതിരിക്കുക, ആവശ്യമില്ലാതെ വർത്താനം പറയല്ലേ. കാരണം കത്തി കൊണ്ട് നെഞ്ചിന് കുത്തിയാൽ ഉണ്ടാകുന്ന വേദനയേക്കാൾ വലുതാണ് ഈ നാവ് കൊണ്ട് കിട്ടണ വേദന. അതൊക്കെ അനുഭവിച്ചവർക്കേ അറിയൂ. കത്തി കൊണ്ട് നെഞ്ചിന് കുത്തിയാൽ കിട്ടുന്ന വേദന എത്ര വലുതാണോ അതിനേക്കാളും വലിയ വേദനയാണ്, നീണ്ടു നിൽക്കുന്ന വേദനയാണ് നാവ് കൊണ്ട് കിട്ടുന്ന വേദന എന്നുള്ളത്. അതുകൊണ്ട് മുസ്ലിം ശ്രദ്ധിക്കണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏത് അവയവം കാരണമാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ എത്തിച്ചേരുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ ആദ്യം പറഞ്ഞത് അൽഫം, വായ, നാവ് എന്നാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നരകത്തിലെത്തുന്നത് ഏത് അവയവം കാരണമാണ്? ആ ചോദ്യത്തിന് അള്ളാന്റെ റസൂല് കൊടുത്ത മറുപടി എന്താണ്? നാവ് കൊണ്ടാണ്.
അത് ശരിയല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ മാന്യതയുടെ ഏറ്റവും വലിയ അടയാളം സ്വന്തം നാവിനെ പിടിച്ചു കെട്ടാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. നമുക്കൊക്കെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ ഇതൊക്കെ വലിയ ഗൗരവത്തിൽ ഒരു മുസ്ലിം കാണണം. കാരണം നമുക്ക് ദുനിയാവ് മാത്രമല്ലല്ലോ ഉള്ളത്, നമുക്ക് ആഖിറം കൂടി ഉണ്ടല്ലോ. പറയാനാണെങ്കിൽ എല്ലാവർക്കും ആർക്കും കഴിയും, പക്ഷേ അള്ളാനെ ഓർക്കുന്ന, ആഖിറത്തെ ഓർക്കുന്നവർ, അത് ചിന്തിക്കുന്നവരാണല്ലോ മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് എല്ലായിടത്തും പറയാനും അഭിപ്രായം പറയാനും മറുപടി കൊടുക്കാനും ഒന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ഒരാളെ കാണുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വർത്താനം പറയാം. ആത്മാർത്ഥമായിട്ട്, മറ്റൊന്നും മനസ്സിൽ വെക്കാതെ, ദുരുദ്ദേശമില്ലാതെ, മറ്റൊരു ചിന്തയില്ലാതെ ആത്മാർത്ഥമായിട്ട് വർത്താനം പറയാം. അതാണ് മുസ്ലിമിന്റെ അടയാളം. വേറൊന്നും അതിന്റെ മുഖം, രണ്ട് മുഖം, അത് മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പറയാ, അപ്പുറം എന്നിട്ട് വേറൊന്ന് പറയാ. ഇവിടെ കൂടുമ്പോ എങ്ങനെ പറയാ, അവിടെ കൂടുമ്പോ അങ്ങനെ പറയാ, അത് പാടില്ല മുസ്ലിമിന്. പരസ്പരമുള്ള സമീപനത്തിൽ, ഇടപെടലിൽ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ആഖിറത്തിൽ, നരകത്തിൽ അവന്റെ നാവ്, രണ്ട് നാവ് തീഗോളമായ രണ്ട് നാവുകളുമായിട്ടായിരിക്കും അവൻ നാളെ എത്തുന്നത് എന്ന് പരിശുദ്ധ റസൂൽ. രണ്ട് നാവ്, രണ്ടും തീഗോളം, ഒറ്റ നാവല്ല, രണ്ട് നാവ്, തീഗോളമാകുന്ന രണ്ട് നാവ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ ആ മനുഷ്യൻ വരുന്നത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നോക്കുമ്പോൾ വളരെ നിസ്സാരാണ് ഇതൊക്കെ. നമ്മൾ നോക്കുമ്പോ ഇതൊക്കെ വളരെ നിസ്സാരാണ്. പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും, നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും, അത് രണ്ടും രക്ഷപ്പെടാൻ ഇത്തരം നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്നാണ്. നമ്മുടെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിജയം ഇത്തരം നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ കൂടി കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കണം. എല്ലായിടത്തും എന്തും പറയാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നത് മുഴുവൻ വിശ്വസിക്കാനോ അതിന് നമ്മൾ നിൽക്കരുത് എന്നാണ്. എന്തെങ്കിലും ആരെങ്കിലും കേട്ടത് വിശ്വസിക്കുക, അങ്ങനെ പാടില്ല എന്നാണ്. ഇദാ ബലഗക അൻ അഖീക ശൈ, നിന്റെ സഹോദരനെ പറ്റി നീ ഒരു വർത്തമാനം കേട്ടു, നിന്റെ സഹോദരനെ പറ്റി ഒരു വർത്തമാനം കേട്ടു, അവന്റെ ഒരു പ്രവൃത്തി അവൻ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞു, ഇത് ശരിയായില്ലല്ലോ എന്ന് തോന്നണം. അങ്ങനെ ഒരു വർത്താനം നിന്റെ ചെവിയിലെത്തി. അങ്ങനെ അത് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ അവന് ചെയ്യാനും പറയാനും എന്തോ ഒരു കാരണം ഉണ്ടല്ലോ എന്നേ നീ ചിന്തിക്കാവൂ. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ ചെയ്യാൻ, അങ്ങനെ പറയാൻ എന്താണ് അതിന്റെ കാരണം എന്നൊരു മുസ്ലിമായ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാവൂ. അന്വേഷിക്കണം. എന്നിട്ട് അന്വേഷിച്ചിട്ട് ഒരു കാരണം കണ്ടെത്താൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ പോലും നീ സ്വയം പറയണം എന്തെന്ന്, എന്തോ ഒരു കാരണം അവനുണ്ട്, പക്ഷെ വാനല്ല അഅലമു ബിഹി, ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ഞാൻ അന്വേഷിച്ചു എന്തെങ്കിലും കാരണം ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അവൻ അങ്ങനെ ചെയ്യാനും പറയാനും. അപ്പൊ അവസാനം നമ്മൾ വിലയിരുത്തേണ്ടത് എന്തെങ്കിലും കാരണമില്ലാതെ അങ്ങനെ ചെയ്യൂല, എനിക്കത് മനസ്സിലായില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു മുസ്ലിം പറയേണ്ടത് എന്നാണ്. അത്രത്തോളം ഒരു മനുഷ്യനുമായിട്ടുള്ള, നമ്മുടെ സഹോദരങ്ങളുമായി, നമ്മുടെ കൂട്ടുകുടുംബാദികളുമായി, നമ്മുടെ സുഹൃത്തുക്കളുമായി, നമ്മുടെ നാട്ടുകാരുമായി, നമ്മളുമായി ബന്ധപ്പെടുന്ന മറ്റുള്ള ആളുകൾ, അവരുമായിട്ടുള്ള നമ്മുടെ വർത്തമാനം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ സമീപനം, അതെല്ലാം ഒരു മുസ്ലിം ശ്രദ്ധിച്ചാകണം എന്നാണ്. വളരെ ശ്രദ്ധിച്ചാകണം. ഇതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. എല്ലാത്തിലും ഒരു നന്മ നിറഞ്ഞ ഒരു മാന്യമായ സമീപനം, അതൊരു മുസ്ലിമായ മനുഷ്യന് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.